കത്തുന്ന പശ്ചിമേഷ്യ. അഞ്ചാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് അയവില്ല. അമേരിക്ക യുദ്ധത്തിൽ ഇസ്രായേലിനൊപ്പം ചേരുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. G7 ഉച്ചകോടിയുടെ അവസാന ദിനത്തിൽ പങ്കെടുക്കാതെ ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങി. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിയെ വധിക്കുന്ന പക്ഷം സംഘർഷം അവസാനിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെയാണ് വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ റോഡ് മാർഗം അർമേനിയയിൽ എത്തിച്ചത്. ഇവിടെ നിന്ന് വിമാനമാർഗം ഇന്ത്യയിലെത്തിക്കും. മെഡിക്കൽ വിദ്യാർത്ഥികൾ അടങ്ങുന്ന 600 പേരുടെ സംഘത്തെ ക്വോമ നഗരത്തിലേക്ക് മാറ്റി. സ്വന്തം നിലയ്ക്ക് ടെഹ്റാൻ വിടുന്നവർ സുരക്ഷിത നഗരങ്ങളിലേക്ക് മാറണമെന്ന് എംബസി അറിയിച്ചിട്ടുണ്ട്. സഹായം വേണ്ടവർ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് സ്ഥലവും നമ്പറും അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനായി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറും നൽകി. വിദ്യാർത്ഥികളുടെ ഒഴിപ്പിക്കലിന് സർവകലാശാലകളുടെ പിന്തുണയും ഇന്ത്യ തേടിയിട്ടുണ്ട്. വിദ്യാർത്ഥികളടക്കം 10,000-ഓളം പേരാണ് ഇറാനിൽ ഉള്ളത്. ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കും. ചെല്ലവീവിൽ നിന്ന് ജോർദൻ, ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് നീക്കം. ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ വക്താവ് പറഞ്ഞു. 25,000-ഓളം പേരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ആശങ്കയിൽ കഴിയുന്ന ഇന്ത്യൻ സമൂഹവുമായി എംബസി ഉദ്യോഗസ്ഥർ സംസാരിച്ചു. ഇറാൻ, ഇസ്രയേൽ വിദേശകാര്യമന്ത്രിമാരുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സംസാരിച്ചിരുന്നു. ഇസ്രയേലിലും ഇറാനിലുമുള്ള മലയാളികൾ സുരക്ഷിതരെന്ന് നോർക്ക റൂട്ട് CEO അറിയിച്ചു. ഇസ്രയേലിലുള്ള മലയാളികളുമായിട്ടും ലോക കേരളസഭാ അംഗങ്ങളുമായിട്ടും സംസാരിച്ചിരുന്നു രാവിലെ. അവരെല്ലാവരും ഇപ്പോൾ സുരക്ഷിതരാണ്. എന്നാലും ടെൻസ്ഡ് ആണ്, പക്ഷെ സുരക്ഷിതരാണ്.